വീട് കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? നീയൊക്കെ വെറുതെ തിന്നോണ്ടിരിക്കുന്ന സമയം കൊണ്ട് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടൂടെ? അതിന് ഞാൻ നിന്റെ സെർവന്റ് ആണോ? കാലറേ കാലെ പിടിക്കാതെ. അയ്യോ, ഇതെന്താണെന്നറിയാവോ? ഏണി. ആണി. അതെ. ഇതെന്തുകൊണ്ടാ ഉണ്ടാക്കിയിരിക്കുന്നറിയാവോ? ഇരുമ്പുണ്ട്. ഇത് കാലി കൊണ്ടാലത്തെ അവസ്ഥ അറിയാവോ? കാല് മുറിയും, സെപ്റ്റിക്കാവും, കാല് മുറിക്കേണ്ടി വരും. ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ വെട്ടില് പോലെ ഹായ് ഹായ് നടക്കുമ്പോ നീ 1.5 കാലുമായിട്ട് എന്ന് പറഞ്ഞ് നടക്കേണ്ടി വരും. ഇപ്പൊ നീ പറഞ്ഞത് ഒരു മഹത്തായ സംഭവമാണ്. അതുകൊണ്ട് കാര്യം ചെയ്താൽ എന്താ, ഈ സാധനം ഞാൻ എവിടെയെങ്കിലും ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെച്ചോളാം. എടാ മണ്ടാ, ഇതാണിയാണ്, അത് ഉരുണ്ട് താഴെ വീഴും, കാല് മുറിക്കും. അതുകൊണ്ട് ഞാനിത് എവിടെങ്കിലും ഭദ്രമായിട്ട് ഉറപ്പിച്ചു വെക്കാം. അതാണ് നല്ലത്. അകത്തോട്ട് വരൂ. എന്താ, പടമെടുക്കാൻ വന്നതാണോ? അല്ല, എടുത്തൊരു പടത്തിനെ കുറിച്ച് ചില വിവരങ്ങൾ അറിയാം. ഓഹോ, ഇതിൽ കാണുന്നത് ആരാണെന്ന് മോൻ അറിയാമോ? എന്റെ സംശയം ഒന്ന് തീർത്തോ. ഇത് സംശയമില്ല, ആർട്ടിസ്റ്റ് സ്വപ്ന തന്നെ. എന്റെ പൊന്നമ്മാവോ, പ്ലീസ്, ഈ സ്ത്രീ ഇപ്പൊ എവിടെയാണെന്ന് ഒന്ന് പറഞ്ഞുതരാവോ? എവിടെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല. അല്ല, അവരെവിടെയാന്നുള്ളത് എനിക്കൊന്ന് അറിയണം. എന്നാൽ ഒരു കാര്യം, മ്യൂസിയത്തിന് മുൻപിൽ ഒരു ഐസ്ക്രീം പാർലർ, അവിടുത്തെ പയ്യനോട് ചോദിച്ചാൽ ഒരു പക്ഷെ അറിയാൻ കഴിയും. വളരെ സന്തോഷം, വലിയ അമ്മാവോ. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. താങ്ക്സ്. സോറി, അത് സ്വപ്നയാണെന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണല്ലോ. അല്ല, കണ്ണ് കാണാൻ വയ്യാതെ വിവരക്കേടൊന്നും പറഞ്ഞല്ലോ. മലയാളത്തിലല്ലേ പറഞ്ഞത്? മലയാളത്തിൽ തന്നെയാണ് പറഞ്ഞത്. നല്ലൊരു ടെസ്റ്റിംഗ്. അവന് കണ്ണ് കാണുമെന്നുള്ള നമുക്ക് അറിയണ്ടേ? നോക്കണേ, ഇതെത്രയാ? പോണവിടെ. ഹലോ, ഗുഡ് മോർണിംഗ്. 559992. ആരാ? പപ്പുവേട്ടനാണോ? അന്വേഷണമൊക്കെ എതിരായി? ഓഹോ, അങ്ങനെയാണോ? എവിടെയാണ്? അത് ശരി, നടക്കട്ടെ നടക്കട്ടെ. ഓക്കെ ഓക്കെ, വയ്ക്കട്ടെ. താങ്ക് യു. ആരാ മോളെ വിളിച്ചത്? പപ്പുവേട്ടനാ ഡാഡി. അന്വേഷണം എവിടം വരെയായെന്ന് പറഞ്ഞോ? 2 ദിവസത്തിനകം മമ്മിയെ കണ്ടുപിടിച്ചു തരാമെന്ന് പപ്പുവേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ഏതോ ഒരു ഫോട്ടോ സ്റ്റുഡിയോയിൽ നിന്നും മതിയായ തെളിവും കിട്ടിയിട്ടുണ്ടത്രേ. മിടുക്കന്മാർ. അവർക്ക് നമ്മോട് എത്ര സ്നേഹ ഡാഡി. അത് പിന്നെ പറയാനുണ്ടോ മോളെ? എന്തിനാ പപ്പുവും കുട്ടനും നമുക്ക് വേണ്ടി ഇത്ര കഷ്ടപ്പെടുന്നത്? മോളൊന്ന് ആലോചിച്ച് നോക്ക്. അവർക്ക് നമ്മോടുള്ള സ്നേഹവും ആത്മാർത്ഥതയും കൊണ്ടല്ലേ. എന്തായാലും ഡാഡി, ഇനി ഒരു 5 ദിവസത്തിനകം മമ്മിയെ കണ്ടുപിടിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടുന്ന സ്വത്തിനെ പറ്റി ബില്ലിൽ എഴുതിയിരിക്കുന്ന ഭാഗം അസാധുവാകും. മോളൊന്ന് സമാധാനമായിരിക്കെ, എല്ലാം മംഗളമായി കലാശിക്കും. ഈ ശാലിനിയുടെ അമ്മയെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. എടാ CID ഓഫീസറെ, 17 വർഷം പഴക്കമുള്ള അഡ്രസ്സും വെച്ചോണ്ടാണ് ആളെ തപ്പാൻ പോകുന്നത്. ഇതിനാള് കൊള്ളാവില്ല. അവരിപ്പോ ഉപ്പിലിട്ട മാങ്ങ പോലായി കാണും. ഏതായാലും നമുക്ക് അന്വേഷിക്കാം. പിന്നെ സ്റ്റുഡിയോ അമ്മാവൻ സഹായിച്ചല്ലോ. എനിക്ക് എന്തൊക്കെയോ സംശയങ്ങള്. നമ്മള് ക്യാമറ കാണാൻ പോയി ഓർമ്മയുണ്ടല്ലോ. അയ്യോ, എന്താ അവളുടെ ഒരു ഡാൻസ്! വൃത്തിയോട് പറഞ്ഞേടാ, ഞാൻ ഡാൻസിനെ കുറിച്ചല്ലേ പറഞ്ഞു. അവിടെ പ്രഭാകരനും സണ്ണി ഉണ്ടായിരുന്നു. ഞാനത് അങ്ങോട്ട് പറയാതിരിക്കായിരുന്നു. കൂട്ടത്തിൽ ചാക്കോ മുതലാളി ഉണ്ടായിരുന്നു. അവര് രണ്ടുപേരും കൂടി ചേർന്നല്ലേ നമുക്ക് സസ്പെൻഷൻ മേടിച്ചു തന്നത്. ഇതിലെന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ജഗതിയാ ആദ്യം പറഞ്ഞാ ശരി. അവന്റെ ഒടുക്ക തുറക്കോ. ഇവന് ഈയിടെയായിട്ട് ഭയങ്കര ക്ഷീണമാ. അവൻ ഉറങ്ങിക്കോട്ടെ, പാവം. എന്റെ മൂക്കുമ്പോൾ വീച്ച.
ഇവനൊരു പാഠം പഠിപ്പിക്കണം. ആരെ ജഗതിയോ? അല്ല, ഈച്ചെ. ഈച്ച അടിക്കാൻ തലക്കടിക്കും. ചിക്കിപിടി. അയ്യോ, ജഗതി 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 എടാ ജഗതി. എടാ. അയ്യാ! അയ്യാ! ഉള്ളതും പോയേ! ഉള്ളതും പോയേ! ജഗതി, അയ്യാ! ഇങ്ങോട്ട് മാറി നിൽക്കടാ. നിനക്ക് ഇവിടെ വന്ന് പറയാൻ ഇങ്ങനെ ധൈര്യം വന്നു? നീയൊക്കെ കാരണം എനിക്ക് അമളി പറ്റുന്നത് ഇത് 3ാമത്തെ തവണയാണ്. അവന്മാരോ മറ്റും രക്ഷപ്പെട്ടാൽ നിന്റെ ശവശരീരം ഏതെങ്കിലും കൊക്കയിൽ ചെന്ന് എടുക്കേണ്ടി വരും. ഓർമ്മിരിക്കട്ടെ, പോ. അപ്പോ നിങ്ങൾക്ക് ഉറപ്പുണ്ടോ സ്വപ്നയുടെ താമസ സ്ഥലത്തെ പറ്റി? പിന്നല്ലാതെ ഞാനല്ലേ അവർക്ക് ആ കൊട്ടാരം വാങ്ങാൻ വേണ്ട ഏർപ്പാട് ചെയ്ത് കൊടുത്തത്. ഇപ്പോ നിങ്ങൾ തന്നിരിക്കുന്ന ഈ അഡ്രസ്സിൽ അന്വേഷിച്ചാൽ സ്വപ്നെ കാണാൻ പറ്റുമല്ലേ? അവിടെ നിന്ന് താമസം മാറിയിട്ടില്ലെങ്കിൽ കാണാൻ സാധിച്ചേക്കും. ഒരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ, സ്വപ്ന വീട്ടിൽ തനിച്ചാണോ താമസം? അല്ല, കൂടെ മധ്യവയസ്കനായ ഒരു തോട്ടക്കാരനുണ്ട്. വൺ മോർ ക്വസ്റ്റ്യൻ. അയാളുടെ പേരെന്താ? വാട്ട് ഈസ് ഹിസ് നെയിം? പേരൊന്നും അറിയില്ല, പക്ഷെ ഞാൻ ഒരു അടയാളം തരാം. ആൾ കുരുടനാണ്. ഓ, അപ്പൊ ഡെഫ് ആണല്ലേ? അപ്പൊ പിന്നെ കണ്ടുപിടിക്കാനും വിഷമമില്ലല്ലോ. അപ്പൊ ഞങ്ങൾ വരട്ടെ. താങ്ക്സ്. ഓക്കെ വരട്ടെ. ഓക്കെ, ടാറ്റാ. Thank you.
മാസ് മ്യൂസിക് കേൾക്കണ്ട ബോസ്. അത് വേണ്ട, എനിക്ക് ഒന്നും കേൾക്കണ്ട. കേവലം ഒരു തള്ളയെയും മകളെയും കണ്ടുപിടിക്കാൻ നിങ്ങൾ കഴിഞ്ഞോ? ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട് ബോസ്. ഞാൻ പ്രഭാകരനോടാണ് ചോദിച്ചത്. ബോസ്, ഞാൻ രണ്ടുപേരെയും ബോസിന്റെ മുമ്പിൽ എത്തിക്കാം. എനിക്കൊരു 3 ദിവസത്തെ സാവകാശം കാണും. ശരി, 3 ദിവസത്തിനുള്ളിൽ ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ കഥ എന്തായിരിക്കുമെന്ന് പ്രഭാകരൻ അറിയാമല്ലോ. പോയിക്കോളൂ. പ്രഭാകര, പരസ്പര വിശ്വാസമാണ് ഈ സംഘത്തിന്റെ നിലനിൽപ്പിന് ആധാരം. അത് ഓർമ്മയിരിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്.